പ്രൈസ് ദ ലോർഡ്, 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 പ്രൈസ് ദ ലോർഡ്. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ നല്ല അതിരാവിലെ സമയത്തെ ഓർത്ത പശ്ചാത്തലവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടി അടിനെ താഴ്ത്തുന്ന പച്ച ഇങ്ങനൊരു പ്രഭാതം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ തന്നനായി സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപയും ബലനും കർത്താവെ ആരോഗ്യവും ദീർഘായുസ്സിനെ തന്നല്ലോ. അതിനായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് MAG ഹോസ്പിറ്റൽ വൈസ് മൂലം എന്നോടുകൂടെ പ്രാർത്ഥനയിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം മുഴുവനും രാത്രി മുഴുവനും കർത്താവിൻ്റെ വലിയ കൃപയും ദയവും നിൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കണം. ഓരോരുത്തർക്കൊരാപത്തോ അനർത്ഥങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ രോഗങ്ങളോ ഒന്നും വരുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കരുത്. അവരവരായിരിക്കുന്ന സ്ഥാനത്തിൽ, അവരുടെ കുടുംബത്തിൽ, ജോലി സ്ഥലങ്ങളിൽ, പോകുന്നിടങ്ങളിൽ, പഠിക്കുന്നിടങ്ങളിൽ, എല്ലായിടത്തിലും കർത്താവിൻ്റെ കണ്ണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലിരിക്കണം. നിൻ്റെ ദയവുള്ള കരം നിൻ്റെ കുഞ്ഞുങ്ങളെ താങ്ങണം. ഒരനർത്ഥം പോലും നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കരുത്. ഒരാപത്തും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വരുവാൻ ദൈവം സമ്മതിക്കരുത്. എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തി, എല്ലാവരെയും കർത്താവ് താങ്ങി, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കുമ്പടി അപ്പോൾ നമ്മുടെ നാമത്തിൽ ഞാൻ ക്ഷമിക്കണം. കരങ്ങളിൽ അർപ്പണിക്കേണ്ടതിനെ ബലപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വമെടുക്കുവാനാകട്ടെ. ഇന്നത്തെ ദിവസം എന്നെ കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ശക്തി എനിക്കില്ല. ഇന്നലെ നിങ്ങൾക്ക് വിട്ട പ്രാർത്ഥന 1117 ദിവസം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണെന്ന് തോന്നുന്നു. അതാണ് ഇന്നലെ നിങ്ങൾക്ക് എടുത്ത് വിട്ടിരിക്കുന്നതാണ്. എനിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഈ ആസ്മയുടെ രോഗം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഒരു 20-25 ദിവസങ്ങളായിട്ട് മരണത്തോട് ഞാൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ രോഗങ്ങളെ വെച്ചുകൊണ്ട് 3-4 കൺവെൻഷനിൽ പ്രസംഗിച്ചു. 30-35 പേർക്ക് സ്നാനം കൊടുക്കുവാനും അനേകരെ ദൈവരാജ്യത്തിൽ ചേർക്കുവാനും അനേക രോഗികൾക്ക് സൗഖ്യം മേടിച്ചു കൊടുക്കാനുള്ള കർത്താവ് കൃപ ചെയ്തു. മീറ്റിംഗ് തടസ്സമില്ലാതെ നടക്കുന്നു. പക്ഷേ രാത്രിയും പകലും മരണത്തോട് പോരാടി. ഇപ്പോൾ ഒരു 3-4 ദിവസങ്ങളായിട്ട് കിടപ്പിലാണ്. എഴുന്നേൽക്കാനോ ഇരിക്കാനോ ഒന്നും വയ്യ. 1 മിനിറ്റ് പോലും ഉറങ്ങാൻ പറ്റത്തില്ല. മരിക്കുന്ന ഒരു പോരാട്ടത്തിൻ്റെ സ്ഥിതിയിലിരിക്കുക. അതുകൊണ്ടാണ് ഇന്നലെ പ്രാർത്ഥന വേറെ ദിവസത്തെ പ്രാർത്ഥന എടുത്ത് നിങ്ങൾക്കത് അയച്ചത്. കാരണം എങ്ങനെയെങ്കിലും പ്രാർത്ഥന വന്നില്ലെങ്കിൽ നിറയെ പേര് വോയിസ് മെസ്സേജ് അയക്കുന്നു, പാസ്റ്റർക്ക് അസുഖം വന്നു, എന്താ വിഷയം, അനേകം പ്രയാസപ്പെടുന്നതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും അയക്കണം പറഞ്ഞില്ല അങ്ങനെ അയച്ചത്. ക്ഷമിക്കണം. ഇന്ന് എങ്ങനെയെങ്കിലും 2 വാക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷേ കഷ്ടമാണ്. ശ്വാസം എടുത്ത് സംസാരിക്കാൻ വയ്യ. ചുമ വന്നുകൊണ്ടിരിക്കുന്നു, ശ്വാസം അടയ്ക്കുന്നു. എങ്കിലും 1-2 വാക്ക് നിങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ഒത്തിരി വേണം. ഒത്തിരി എനിക്ക് കർത്താവിന് വേണ്ടി ഞാൻ ചെയ്യാനുണ്ട്. ഞാൻ ഈ ലോകത്തിൻ്റെ എല്ലാ കഷ്ടങ്ങളും പ്രയാസങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും രോഗങ്ങളും എല്ലാം അനുഭവിച്ചൊരു മനുഷ്യനാണ്. ഇനി എനിക്ക് അനുഭവിക്കാനൊന്നുമില്ല. പക്ഷേ ഈ ആസ്മ രോഗ സംബന്ധമായിട്ട് എനിക്ക് അറിയത്തില്ല. ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്, അവർ കഷ്ടപ്പെടുന്നത് കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ വേദന എനിക്കറിയത്തില്ല. ഇപ്പം കർത്താവ് എനിക്ക് അതും പഠിക്കാനൊരു കൃപ തന്നു. എന്നെ ഇപ്പോൾ കർത്താവ് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് 20-24 ദിവസങ്ങളായി ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുക. അതിന് എത്ര ദിവസത്തിനകം അത് മാറും. അത് പരീക്ഷ എഴുതി ഞാൻ ജയിക്കും. ഞാൻ തോറ്റു പോകത്തില്ല. അപ്പോൾ അതിൻ്റെ വേദന എനിക്ക് ദൈവം പഠിപ്പിക്കുന്നല്ലാതെ എന്നെ കൊല്ലാനോ നശിപ്പിക്കാനോ അല്ല. ദൈവം എനിക്കിത് തന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആസ്മ രോഗികളായി വരുന്നവരെ കാണുമ്പോൾ ചുമ്മാ കടമയ്ക്കൊന്ന് പ്രാർത്ഥിച്ചാൽ പോരാ. അവരുടെ വേദന മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് എനിക്ക് പഠിപ്പിക്കുന്ന ഞാൻ ചിന്തിക്കുന്നു. വേറെ ഒന്നും എനിക്കൊരു ദോഷവും വരത്തില്ല. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ചു. 1253 ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വേറെ പ്രാർത്ഥന ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ സകറിയാവ് ഇന്ന് വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്നത് യെശയ്യാ 41-15 വാക്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. അതിങ്ങനെ പറയുന്നു: ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതും ആയ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. നമ്മളെ കർത്താവ് കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളെ കർത്താവ് കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. കളിമൺ പാത്രം, മൺപാത്രം തൊട്ട ഉടനെ പൊട്ടിപ്പോകും. പിന്നെ അതൊന്നിനും യൂസ് ഇല്ല. മറ്റുള്ള പാത്രങ്ങളൊക്കെ ചിലപ്പോൾ ഉടനെയോ പൊട്ടിയോ പോയെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അത് ഒന്നുകൂടെ നമുക്ക് റെഡി ചെയ്ത് എടുക്കാം. പക്ഷേ മൺകലങ്ങൾ അങ്ങനെ പറ്റത്തില്ല. അത് മണ്ണാണ്. ഈ മണ്ണായ പാത്രത്തോടാണ് കർത്താവ് പറയുന്നത് ഈ വാക്യം. ഇതൊന്ന് ചിന്തിക്കണം. നിങ്ങൾ പ്രസംഗിച്ച് കാണുമായിരിക്കും, ഇത് വായിച്ച് കാണുമായിരിക്കും, പ്രബോധിപ്പിച്ച് കാണുമായിരിക്കും, നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. എങ്കിലും ഇതൊന്ന് ചിന്തിക്കണം. ഞാനും വെറും കളിമണ്ണാണ്. തൊട്ട
തൊട്ട ഉടനെ അങ്ങ് പൗഡർ പോലെ ഒടിഞ്ഞു പൊട്ടിപ്പോകുന്ന പാത്രമാണ്. പിന്നെ ഒന്നിനും യൂസ് ഇല്ലാത്ത ഒരു മൺപാണ്ഡമാണ് നമ്മൾ. ഈ മൺപാണ്ഡത്തോട് കർത്താവ് പറയാണ്, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. മൺകലത്തെ മെതിവണ്ടിയാക്കി തീർക്കുന്നു. എന്നാ മെതിവണ്ടി? ഇത്രമാത്രം വ്യക്തം പറയുന്നത്, പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. അപ്പോൾ നിങ്ങളെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളോടാ പറയുന്നത്, എന്നോടാ പറയുന്നത്. എനിക്കിപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ആസ്മ എന്നതൊരു മല പോലെ പർവ്വതം പോലെ തോന്നുന്നു. അത് ഞാൻ തന്നെ പൊടിയാക്കണമെന്ന്, ഞാൻ തന്നെ ചവിട്ടി അതേ പൊടിയാക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുമ്പോൾ ഇങ്ങനെ പറയുന്ന കണ്ടോ? ദൈവത്തിന് സ്തോത്രം. എന്തിനാ അങ്ങനെ തീർത്തത്? നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും, പർവ്വതങ്ങളെ നമ്മൾ കാലുകൊണ്ട് ചവിട്ടിയിട്ട് അത് പൗഡറാക്കണം, പൊടിയാക്കണം. ഇത് ആരെയും കൊണ്ട് കഴിയും? ഒരു വലിയ പർവ്വതത്തെ പൊടിയാക്കണമെങ്കിൽ ആരെയും കൊണ്ട് കഴിയും? നിങ്ങളത് ചവിട്ടി. ദൈവം പറയുന്നത് കണ്ടോ? എൻ്റെ ദൈവം ഇതെങ്ങനെ എനിക്ക് അങ്ങോട്ട് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. എനിക്കിതങ്ങോട്ട് കാണുമ്പോൾ ഒത്തിരി സന്തോഷം. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർപോലെ ആക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കാലുകൊണ്ട് അങ്ങോട്ട് ചവിട്ടുമ്പോൾ, ഈ മെതിവണ്ടി അങ്ങോട്ട് ചവിട്ടുമ്പോൾ വലിയ പർവ്വതം പൊടി പോലെ അങ്ങായി. പിന്നെ അങ്ങോട്ട് നോക്കി കുന്നുകൾ, അതിൻ്റെ അടികത്തുള്ള കുന്നുകളെല്ലാം പതിര് പോലായി. നിങ്ങളുടെ ജീവിതത്തിൽ തലയ്ക്ക് മേലെ തൂക്കി നിൽക്കുന്ന പർവ്വതം പോലുള്ള വിഷയങ്ങൾ, നിങ്ങളെ ചുറ്റി നിൽക്കുന്ന കുന്നുകൾ പോലുള്ള വിഷയങ്ങൾ, നിങ്ങളെ കൊണ്ട് അടുത്തങ്ങോട്ട് താണ്ടി പോകാൻ പറ്റത്തില്ല. അത് കയറാനുള്ള ശക്തി നിങ്ങൾക്കില്ല, അത് ജയിക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്കില്ല. നിങ്ങളത് കണ്ട് തളർന്ന് കിടക്കുകയാണ്, ക്ഷീണിച്ച് കിടക്കുകയാണ്, പരിഭ്രമിക്കുകയാണ്, പേടിച്ച് വിറയ്ക്കുകയാണ്. എന്ത് ചെയ്യണം അറിയത്തില്ല. ഈ കുന്നും ഈ പർവ്വതമൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണ്, നിങ്ങളുടെ ശരീരത്തിലിരിക്കുന്ന രോഗങ്ങളാണ്, നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ടാണ്, നിങ്ങളുടെ ബാങ്ക് ജപ്തിയാണ്, നിങ്ങളുടെ പട്ടിണിയാണ്, പ്രയാസങ്ങളാണ്. ഇതെല്ലാമാണ് ഇപ്പം നമുക്ക് പർവ്വതം പോലെ നിൽക്കുന്നത്, നമ്മളെ ചുറ്റിക്കുന്നുകൾ പോലെ നിൽക്കുന്നു. ഇതിന് വെളിയിൽ നിന്ന് ഒരാളെ കർത്താവ് കൊണ്ടുവന്ന് അതെ ക്ലിയർ ചെയ്ത് നിന്നെ രക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ തന്നെ അത് ചവിട്ടി മെതിക്കണം, നീ തന്നെ പർവ്വതത്തെ പൊടിയാക്കണം, നീ തന്നെ കുന്നുകളെ പതിരാക്കണം. ഇതിനാണ് കർത്താവ് എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ദൈവദാസന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിഷേകം, നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകം ഒരു മെതിവണ്ടി, കൂർമயான പല്ലുള്ള ഒരു മെതിവണ്ടിക്ക് സമമായി കർത്താവ് നിങ്ങളെ മാറ്റുകയാണ്. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് നേരായി, നിങ്ങളുടെ ഭവനത്തിന് നേരായി, കുഞ്ഞുങ്ങൾക്ക് നേരായി പർവ്വതം പോലെ തലതൂക്കി നിന്ന് നിന്നെ വെപ്രാളപ്പെടുത്തി, പരിഭ്രമപ്പെടുത്തി, പേടിപ്പിച്ച് വിറപ്പിക്കുന്ന ഏത് വിഷയമാണാലും കർത്താവ് പറഞ്ഞില്ല, ഞാൻ വരത്തില്ല, ഞാൻ വേറെ ആളെ വിടത്തില്ല. നീ തന്നെ അത് ചവിട്ടണം, നീ തന്നെ അത് ചവിട്ടണം, നീ തന്നെ അത് പൊടിയാക്കണം. എന്നെ വിളിച്ചിരിക്കുന്ന എൻ്റെ ദൈവം, നിങ്ങളെ വിളിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന വിശ്വാസമാണിത്. നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല, ഒരു സാധാരണ മനുഷ്യല്ല. നമ്മളെ ദൈവം കൂർമ്മയായിട്ടുള്ള നല്ല മൂർച്ചയുള്ള പല്ലുള്ള യന്ത്രമായി, മെതിവണ്ടിയായി കർത്താവ് നമ്മളെ മാറ്റുകയാണ്. നമ്മുടെ ശുശ്രൂഷയ്ക്കും നമ്മുടെ ഭവനത്തിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരായി, നമ്മുടെ ശരീരത്തിന് നേരായി, നമ്മുടെ ഓരോ ബിസിനസ്സിനും ഓരോ തൊഴിലിനും നേരായി നമ്മൾ മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം പല രോഗങ്ങൾ, പല പ്രയാസങ്ങൾ, പല പട്ടിണികൾ, പല പാടുകളെ നിങ്ങൾക്ക് കൊടുത്ത് നിങ്ങളൊരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുവാൻ കഴിയാതെ, ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വയ്ക്കുവാൻ കഴിയാതെ നിങ്ങളെ വിറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന പർവ്വതം നിങ്ങൾ തന്നെ ചവിട്ടി അതിപ്പോൾ പൊടിയാക്കാൻ അപ്പച്ചൻ പറയുക. ചവിട്ടടാന്നാ പറയുന്നത്, പൊടിയാക്കടാന്നാ പറയുന്നത്, വേറെ ആരോടോട്ട് വരത്തില്ല. അപ്പോൾ ഒരു പർവ്വതം എന്ന് പറയുമ്പം എന്തുമാത്രം രാക്ഷസ പാറകൾ അതിനകത്ത് കാണും, എന്തുമാത്രം രാക്ഷസ മരങ്ങൾ കാണും, എന്തുമാത്രം രാക്ഷസമായിട്ടുള്ള ദുഷ്ടമൃഗങ്ങൾ കാണും.
വിഷപ്പാമ്പുകൾക്കാണ്. പർവ്വതമല്ലേ അത്, എന്തുവാ അത്? അതേ ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ രക്തത്താലെ കഴുകൽ പ്രാപിച്ച് വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ കർത്താവിൻ്റെ കൃപയിലും അഭിഷേകത്തിലും നിൽക്കുന്നുണ്ടെങ്കിൽ, നിന്നെ ഇപ്പൊ താക്കിക്കൊണ്ടിരിക്കുന്ന, ബലഹീനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രോഗത്തിൻ്റെ ബന്ധനങ്ങൾ, നിന്റെ ഭവനത്തെ തകർത്തോണ്ടിരിക്കുന്ന, ശുശ്രൂഷയെ തകർത്തോണ്ടിരിക്കുന്ന, കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ തകർത്തോണ്ടിരിക്കുന്ന, നിങ്ങളുടെ ഭാവി ജീവിതത്തെ അടച്ചു വെച്ച് നിങ്ങളെ മുന്നോട്ട് വിടാതെ തടുത്തു നിർത്തിയിരിക്കുന്ന എല്ലാ പർവ്വതങ്ങളെയും ഇന്നൊരു പ്രവാചകനെയോ പാസ്റ്ററെയോ വിളിച്ചുകൊണ്ട് വന്ന് ചവിട്ടാനല്ല, നീ തന്നെ ചവിട്ടി അതേ പൗഡറാക്കാനാണ് കർത്താവ് പറയുന്നത്. എന്നെ ചുറ്റി നിൽക്കുന്ന കുന്നുകളെല്ലാം നീ അത് ചവിട്ടി പതിരാക്കണം. ഇപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയാണത്. ഇതാണ് നമ്മുടെ വിശ്വാസം. എന്നെയും കൊണ്ട് ഒരൊറ്റ വാക്ക് പറയാൻ എനിക്കിപ്പോൾ എൻ്റെ ശരീരത്തിൽ ബലനില്ല. രാത്രി 1 മിനിറ്റ് ഞാൻ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. മരിക്കാൻ വേണ്ടി ഓടുന്നത് പോലെ ഓടുകയാണ്. വെപ്രാളം. എനിക്കറിയത്തില്ല ഈ വീസിങ് ആസ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പം ഞാനത് അനുഭവിച്ചു. എന്നെയും കൊണ്ടൊന്നും വയ്യ. ഒരു വാക്ക് പറയുമ്പോഴത്തേനും നെഞ്ചടയ്ക്കുന്നു, ശ്വാസം അടയ്ക്കുന്നു. എങ്കിലും എനിക്കിത് കണ്ട് ഈ വാക്യം കൊണ്ട് ഇപ്പോൾ വായിച്ചപ്പോഴത്തേനും എൻ്റെ അകത്ത് ഒരു വലിയ വിശ്വാസം, ഇന്ന് തന്നെ എൻ്റെ ജീവിതത്തിൽ ഈ മല പോലെ വന്നിരിക്കുന്ന ഈ വീസിങ്, ഈ ആസ്മ ഞാൻ തന്നെ ചവിട്ടി ഈ പ്രാർത്ഥന കൊണ്ട് കഴിയുന്നതിന് മുന്നേ അതിനെ ഞാൻ പൊടിയാക്കും, അതിനെ ഞാൻ പതിരാക്കും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ അകത്തിപ്പം കയറിയ പറന്നുകൊണ്ടിരിക്കുക. തലതൂക്കി നിൽക്കുക. റീക്കമ നശുത റോധിനിയ, നിന്റെ ജീവിതത്തിൽ യേശുപ്പായി നിങ്ങൾക്കൊരു അത്ഭുതം ചെയ്യും. എൻ്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ട് വിടുവാൻ തടസ്സങ്ങളായി കാണുന്ന എല്ലാ പർവ്വതങ്ങളും കുന്നുകളും നിങ്ങളുടെ മുന്നിൽ പൊടിയായി തവിടായി അത് പതിരായി ഇപ്പം മാറാൻ പോവാ. നിങ്ങൾ പേടിക്കരുത്, വിഷമിക്കരുത്, തളരരുത്. ഒരു സ്റ്റെപ്പ് പുറമോട്ട് വയ്ക്കരുത്, തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്, പേടിക്കരുത്, വിറയ്ക്കരുത്. വിശ്വാസത്തിൽ മുന്നോട്ട് നിൽക്കുക, ഏടുക, കാലുകൾ എടുത്ത് വയ്ക്കുക, സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുക. ജയവീരമായി ജയപ്പാടലെ പാടിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് അത് നടന്നു പോയി അതിനെ ചവിട്ടണം, അതിനെ മെതിക്കണം, അതിനെ പൗഡറാക്കണം, തവിടാക്കണം, മണ്ണാക്കണം. ദൈവത്തിന് സ്തോത്രം. കുന്നുകളെല്ലാം ചവിട്ടി മെതിച്ച് പതിറാക്കണം. ആമേൻ. അടുത്ത ദിവസം നമുക്ക് ദൈവം അനുവദിച്ചാൽ അത് ഇങ്ങനെ കൊണ്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പതിര് പോലെ, ഈ പർവ്വതം പോലെ, കുന്നുപോലെ നിന്ന് എന്ത് സംഭവിച്ചു നാളെ നമുക്ക് നോക്കാം. ഇന്ന് ഈ വചനത്തെ നിങ്ങൾ ധ്യാനിക്കുക. നിങ്ങളുടെ അകത്തിരിക്കുന്ന വിശ്വാസ ദീപം ഒന്ന് വളരട്ടെ, നിങ്ങളുടെ സ്റ്റെപ്പ് ഒന്ന് വളരട്ടെ, നിങ്ങളുടെ വിശ്വാസം ഒന്ന് വളരട്ടെ. ദൈവം നിങ്ങൾക്ക് നിശ്ചയമായിട്ട് അത്ഭുതം പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ, ഈ 1253 ദിവസം 2 വാക്കിൽ എൻ്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുവാനും 2 വാക്ക് പ്രാർത്ഥിക്കുവാനും ദൈവം ജീവൻ തന്നല്ലോ, ബലം തന്നല്ലോ, ദീർഘായുസ് തന്നല്ലോ. അതിനായി സ്തോത്രം. നീ തന്ന ശക്തിയും തന്ന ബലനും തന്ന ജീവനും നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുകയാണ്. അതെനിക്ക് നഷ്ടമായി പോകരുത്. ഇന്നത്തെ ഈ വാക്ക് കേൾക്കുമ്പോൾ, ഈ ആലോചന കേൾക്കുമ്പോൾ, കർത്താവ് ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ, ഇത്രയും ക്ഷീണത്തിൻ്റെ മധ്യേ, ഇത്രയും പോരാട്ടത്തിൻ്റെ മധ്യേ ഇരുന്ന് ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിശ്വാസം ഒന്ന് വളരട്ടെ. ഇന്നാരെങ്കിലും എൻ്റെ ഈ പ്രാർത്ഥനയിൽ ഈ കർത്താവേ ആസ്മ എന്നൊരു രോഗം ഉള്ള കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ആസ്മയുടെ ആ കൊടൂരമായിട്ടുള്ള വേദന നിന്നുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ശ്വാസം എടുത്ത് പ്രാർത്ഥിക്കുവാൻ എനിക്ക് ശക്തിയില്ല. എൻ്റെ ശ്വാസം അടങ്ങിയിരിക്കുകയാണ്. എങ്കിലും അതേയും ഞാൻ തരണം ചെയ്തുകൊണ്ട് ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വീസിങ്, ആ ആസ്മയുടെ അവസ്ഥകൾ, ബലഹീനങ്ങൾ ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നിൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തെ വിട്ട്, നെഞ്ചെ വിട്ട് അത് വെളിയെ വരണം. ഇനി അതിനുടെ ഒരു അടയാളം പോലും ആരുടെ ശരീരത്തിൽ ഇരിക്കരുത്. തീരാതെ മാരക രോഗമായിരിക്കുന്ന ക്യാൻസർ, പർവ്വതം പോലെ നിൽക്കുന്ന ക്യാൻസർ, മല പോലെ നിൽക്കുന്ന ക്യാൻസർ, കുന്നുകൾ പോലെ നിൽക്കുന്ന വിഷയങ്ങൾ ഏതായിരുന്നാലും ഇന്നത് തവിട്ട് പൊടിയാകണം. യേശുവിൻ്റെ നാമത്തിൽ അത് പതിരാകണം. അത് കർത്താവെ നശിക്കണം. അത് ഒന്നുമില്ലാതെ പോകണം. നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ തടസ്സങ്ങളും, എല്ലാ പർവ്വതങ്ങളും, എല്ലാ കുന്നുകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് പൊടിയാകട്ടെ, അത് തവിടാകട്ടെ, അത് പതിരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കുഞ്ഞുങ്ങൾ മുന്നേറിപ്പോണം. അവർ നിലച്ച് നിൽക്കണം, സന്തോഷിക്കണം, അവർ ആനന്ദിക്കണം. കർത്താവിൻ്റെ ദുഃഖം മാറണം, കണ്ണുനീര് മാറണം, പ്രയാസങ്ങൾ മാറണം, നെടുവീർപ്പുകൾ മാറണം, കുഞ്ഞുങ്ങളുടെ ഭാരങ്ങൾ മാറണം, രോഗങ്ങൾ മാറണം, പട്ടിണി മാറണം, നിന്ദകൾ മാറണം, അപമാനങ്ങൾ മാറണം. കുഞ്ഞുങ്ങൾ മുന്നോട്ട് പോകാൻ തടസ്സമുണ്ടാക്കുന്ന എല്ലാ ശത്രുവിൻ്റെ ക്രിയകളും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് മറയണം. ഒരു വിടുതലുണ്ടാകണം.
പരിപൂർണ്ണ സൗഖ്യം, പരിപൂർണ്ണ ആരോഗ്യം ഉണ്ടാകണം. എൻ്റെ ജീവിതം തകർന്നു, എൻ്റെ ജീവിതം തകർന്നു, എൻ്റെ ശുശ്രൂഷ തകർന്നു, എൻ്റെ കുഞ്ഞുങ്ങൾ തലതെറിച്ച് പോയി, എൻ്റെ ഭവനെ അവൾ അത്രേ ഉള്ളൂ, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ച് ക്ഷീണിതരായി, ഞങ്ങൾ ആരാധിച്ച് ക്ഷീണിതരായി, ദൈവത്തെ വിളിച്ച് ഞങ്ങൾ ക്ഷീണിതരായി. അങ്ങനെ ഒരു നാളും പറയരുത്. ആ ക്ഷീണിച്ചിരിക്കുന്ന മൺകലത്തോടെ വിളിച്ച് പറയുന്നത്, ആ മൺപാണ്ടത്തിലൂടെ വിളിച്ച് പറയുന്നത്, നീ എഴുന്നേൽക്കുക, നീ എഴുന്നേൽക്കോടെ വിളിച്ച് പറയുന്നത്. ദൈവം വിളിച്ച് പറയുന്നുണ്ടോ? ഇതാ ഞാൻ നിന്നെ നിങ്ങളോടാ പറയുന്നത്, ഞാൻ നിനക്ക് എഴുന്നേൽക്കാൻ ശക്തിയില്ല, നിൽക്കാൻ ബലനില്ല, പ്രാർത്ഥിക്കാൻ ശക്തിയില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കൈയടിക്കാനൊന്നും വയ്യ, മുട്ടനിക്കാൻ വയ്യ, ഒന്നും വയ്യ. ആണാ ദൈവം നിങ്ങളോട് പറയും, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. ഒരു ഭയങ്കരമായ ഒരു അത്ഭുതമായി ഇപ്പം നടക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർക്ക് ഒരു മെതിവണ്ടിയായി കർത്താവ് നിന്നെ മാറ്റാൻ പോവുക. പഴയ വണ്ടിയല്ല, പുതിയ വണ്ടിയായിട്ട്. ആ വണ്ടി എങ്ങനെയാണ് ഇരിക്കുന്നുണ്ടോ? പല്ലേറിയതുമായ. അവിടെ എന്താ പറയുന്നത്? കർത്താവിന് സ്തോത്രം, പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും, എന്തുവാ ഇത്? നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും, അടുത്തെന്താ പറയുന്നത്? ദൈവത്തിന് സ്തോത്രം, കുന്നുകളെ പതിർപോലെ ആക്കുകയും ചെയ്യും എന്ന് കർത്താവ് വിശ്വസിക്കുക. കർത്താവ് നമ്മുടെ മേൽ അത്രമാത്രം വിശ്വാസം വെച്ചിരിക്കുക, അത്രമാത്രം. ഞാൻ ഇത് 100% വിശ്വസിക്കുന്നു. എനിക്ക് മല പോലെ പ്രശ്നങ്ങളുണ്ട്, ഈ രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഒത്തിരി ഫൈനാൻഷ്യൽ ഞെരുക്കം എനിക്കുണ്ട്, ഒരുപാട് ഫൈനാൻഷ്യൽ പ്രോബ്ലം എനിക്കുണ്ട്. അത് ഈ നവംബർ ഡിസംബർ വരുന്ന പറയേണ്ട ആവശ്യമേ ഇല്ല. ആണ് ഇതെല്ലാം ദൈവത്തിൻ്റെ മുന്നിൽ ചവിട്ടി മെതിച്ച് അതെ പൊടിയാക്കുവാൻ, പതിരാക്കുവാൻ ദൈവം ഇപ്പം എന്നെ ശക്തീകരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് ഏറ്റെടുക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലിരിക്കുന്ന ഫൈനാൻഷ്യൽ പ്രോബ്ലങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, ഭാവിയുടെ വിഷയങ്ങൾ, ശുശ്രൂഷകൾ, ഇതെല്ലാം നശിച്ച് തകർന്ന് കിടക്കുന്നു. വലിയ പർവ്വതം നിൽക്കുന്നു, വലിയ കുന്ന് നിൽക്കുന്നു, കയറാൻ വയ്യ പാസ്റ്ററെ, അങ്ങോട്ട് പോകാൻ വയ്യ പാസ്റ്ററിന് എന്തുവാ ചെയ്തപ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെ കർത്താവ് അതേ സമമാക്കാൻ പോവാ. നിങ്ങൾ വേണം ചവിട്ടാൻ, വേറൊരാളെ ചവിട്ടാൻ വിളിക്കുന്നില്ല. നിങ്ങളെ ഇപ്പം മെതിവണ്ടിയാക്കി കർത്താവ് മാറ്റിയിരിക്കുന്നത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിങ്ങളെയാണ് കർത്താവ് എന്താ പറയുന്നത്? പുതിയത്, മൂർച്ചയുള്ളത്, പല്ലേറിയതുമായ മെതിവണ്ടി ആക്കി കർത്താവ് തീർത്ത് കഴിഞ്ഞു. നിങ്ങളിപ്പോൾ മെതിവണ്ടിയാ. എഴുന്നേര്, നടന്നങ്ങോട്ട് നടന്നു പോകുന്നിടത്തെല്ലാം, നിങ്ങളുടെ കാല് വയ്ക്കുന്നിടത്തെല്ലാം അവൻ പർവ്വതങ്ങൾ പൊടിയുന്നു. ഏറ്റെടുക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? പർവ്വതങ്ങൾ നിന്റെ കാലിൻ്റെ അടി പൊടിയാകുന്നെന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ? പർവ്വതം പോലെ നിൽക്കുന്നവർ, നിങ്ങളുടെ ക്യാൻസർ, നിങ്ങളുടെ കുടുംബത്തിന്റെ ദരിദ്രം, പ്രോബ്ലം, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, ഒത്തിരി പ്രാരാബ്ദങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ ഈ പർവ്വതം. അതിപ്പോൾ നിങ്ങളങ്ങോട്ട് യേശുവിൻ്റെ നാമത്തിൽ ചവിട്ടുമ്പോൾ ആ കാലിൻ്റെ അടിയിൽ അതങ്ങ് പൊടിയായിട്ട് മാറുകയാണ്. പിന്നെ അങ്ങോട്ട് ചവിട്ടുമ്പോൾ ആ കുന്നുകൾ പോലെ കാണുന്നതെല്ലാം അങ്ങ് പതിരുപോലെ അങ്ങ് മാറുക. ഇനി നമുക്കൊരു പ്രോബ്ലം ഇല്ല. ഏറ്റെടുക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? ആമീൻ പറയാൻ പറ്റുമോ? കൈയടിക്കാൻ പറ്റുമോ? അന്യഭാഷ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ചാടി തുള്ളി കുതിച്ചാട്ട്. ഒന്നിനും യൂസ് ഇല്ലാത്ത കളിമണ്ണായിരിക്കുന്ന മൺകലത്തെ എടുത്ത് ദൈവം ഒരു മെതിവണ്ടി ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു പർവ്വതത്തെയും കുന്നുകളെയെല്ലാം പൗഡറാക്കി പതിനാക്കി മാറ്റக்கூடிய ശക്തി ദൈവം ഈ മൺപാത്രത്തിൽ തരുന്നു വിളിച്ച് പറയുമ്പോൾ, സഹോദരാ, അപ്പച്ച, അമ്മച്ചി, കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. കർത്താവേ, നീ പ്രാർത്ഥനയുടേതായി സ്തോത്രം. ഇത്രയും കൊടിയ ബലവീനത്തിൽ നിന്ന് നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആലോചന കൊടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം ശക്തി തന്നല്ലോ. അതിനായി ദൈവത്തിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥന പോയി ചേരുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ദയവും നിന്റെ മഹത്വവും നിന്റെ ശക്തിയും വെളിപ്പെടണം. അനേകരത് കേട്ട് വിശ്വസിക്കണം, ബലപ്പെടണം. കർത്താവിൻ്റെ മുന്നിൽ ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കണം. അത്ഭുതം നടക്കണം. അനേകരുടെ ജീവനുള്ള സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കണം. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, കരങ്ങളേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിശ്ചയമായിട്ട് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്. ഏറ്റെടുക്കുക, വിശ്വസിക്കുക. ദൈവം നിങ്ങളെ കൈവിടില്ല. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.